എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അതെ, ആ ചുട്ടിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യ. ഇപ്പൊ പോയി ആവിയൊക്കെ പിടിച്ച് വന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ വർത്താനാണ്. 10 മിനിറ്റ് കഴിയുമ്പോഴൊക്കെയാണ് അഡ്മിറ്റ് ആവുക റൂമില്. അപ്പൊ ഞങ്ങള് മൂച്ചിറോട്ടിക്ക് പോയി കൊണ്ടിരിക്കുകയാണ്, കണ്ണിമാങ്ങ പെറുക്കാനായിട്ടാ. നമുക്കിന്ന് കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കാം. കണ്ണിമാങ്ങ ഉണ്ടാവുമല്ലോ. എന്താ കണ്ണിമാങ്ങ നിൽക്കുമ്പോ കണ്ണിമാങ്ങ കൊഴിയൂലേ? എന്ത് വർത്താനം ഈ ചെക്കൻ പറയുന്നു. ഇവിടുന്ന് ഞാൻ വർത്താനം പറഞ്ഞാലേ ഉരുസി അങ്ങോട്ട് പോവും. ആ ഒരൊറ്റ കാര്യം തൽക്കാലം അതൊന്ന് കെട്ടാക്കട്ടെ. നടക്കണമണ്ടാ ഉണ്ണി, ഞാൻ എന്റെ മേലിൽ കൂടെ വീണ കഴിഞ്ഞാ അന്നെ രാവിലെയും കൊണ്ട് കോരി എടുക്കാനേ ഉണ്ടാവുള്ളൂ. മോനെ മാങ്ങ ഉണ്ടാ? കണ്ണിമാങ്ങ ഉണ്ടാവും പെർക്കൂട്. എന്തൊരു നോക്കാം. വീണു മുച്ചിരല്ല. നോക്കാം. ആ ആയിക്കോട്ടെ കിട്ടോ. പിങ്കുനെങ്കിൽ രശ്മി എടുത്തോ. നോക്കാം നമുക്ക്. എന്തിനാ തുപ്പണ്? എനിക്കറിയാൻ അതാണ് മാങ്ങേമിക്ക് വീഡിയോ എടുക്കാത്ത. ഇല്ലാച്ചിട്ടാ ഇപ്പൊ എന്റെ ആദ്യം അറിഞ്ഞ എല്ലാ അറിയലും ചുറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഒറ്റ മാങ്ങ കിട്ടിയില്ല. ആയിക്കോട്ടെ, ആ കല്ല് വീഴും. അല്ല നടക്കും ചുമ്മാ. അപ്പൊ ഞങ്ങള് ഇവിടെ ഇത് നിർത്തി പോവാണ്. ഒറ്റ മാങ്ങ കിട്ടിയില്ല കേട്ടോ. കണ്ണിമാങ്ങ മാത്രമേ കിട്ടിയുള്ളൂ. കിട്ടും പറഞ്ഞ കുറെ നേരമല്ലേ ഞങ്ങള് വെയിറ്റ് ചെയ്യണു. ക്ഷമിക്കുന്നതിന് പരിധിയില്ലേ? അച്ചു ഇളക്കല്ലേ. എന്റെ കണ്ണിപ്പോ പോയിരുന്നു കണ്ണിമാങ്ങ വെറി കാരണം കൊണ്ട്. നമുക്ക് കൈ നിറയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പൂതിക്കൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞപ്പോഴേ മൂച്ചിയുടെ താഴെ നിറച്ച് വെള്ളമൂവാണ്ടൻ്റെ തൈകൾ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കത്തിയോ മടാളോ എടുത്തിട്ട് വന്ന് വേര് പൊട്ടാണ്ട് പറിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. ആ കണ്ണിമാങ്ങി അങ്ങ് തിന്നപ്പോൾ നമ്മുടെ തൊടിയിലൊരു വെള്ളമൂവാണ്ട ഉണ്ടാവാനൊരു കൊതി. ആ ഉക്കിൽ ഞാൻ അവിടെ കണ്ട കുറച്ച് മാങ്ങാത്തൈ മാവും തൈ ഒക്കെ അങ്ങ് പിഴുതെടുത്തിട്ടുണ്ട്. 1-2 വേര് ഇത്തിരി ഒന്നും പൊട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊട്ടാണ്ടേയും കേടാവാണ്ടേയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് നമുക്ക് നമ്മളമ്മർത്തട കൊണ്ടേ നടണം. നമ്മുടെ വീട്ടില് വെള്ളമൂവാണ്ടിന്റെ തൈ ഇല്ല കേട്ടോ. അമ്മ എപ്പോഴും പറയും വെള്ളമൂവാണ്ടിന്റെ തൈ വെച്ചാൽ 3 കൊല്ലം കൊണ്ട് കായ്ക്കുടി ഒന്ന് കുത്തി ഉണ്ടാക്കുമെന്ന്. ഞാൻ ഇതിന്റെ മുന്നേ കുഴിച്ചിട്ടിടൂ തോന്നുന്നു. പക്ഷെ അതൊന്നും അങ്ങോട്ട് പിടിച്ചില്ല. ഇത്തവണ എന്തായാലും നമ്മൾ പരിശ്രമിക്കുകയാണ് അതൊന്ന് പിടിപ്പിക്കാനായിട്ട്. നമ്മള് മാങ്ങയൊക്കെ അറുത്തിട്ടും പെറുക്കിയിട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അഞ്ഞമ്മക്ക് ഇതൊക്കെ നുറുക്കിയിട്ട് അച്ചാറാക്കാം. അതുപോലെ കുറച്ച് വെള്ളം മൂവാണ്ടൻ്റെ തയ്യും പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളത്തിലിട്ടേക്കാം, പിന്നെ വൈകുന്നേരം കുഴിച്ചിടാം. ഇവിടെ 2-3 മൂച്ചി തൈ ഉണ്ട്. പക്ഷെ അത് വെള്ളമൂവാണ്ടൻ്റെ അല്ല എന്നാണ് തോന്നുന്നത്. വെള്ളമൂവാണ്ടൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നല്ലേ പറയാ. അതിവിടെ വെക്കട്ടെ. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഈ കണ്ണിമാങ്ങക്കാലായി കഴിഞ്ഞാൽ 4 കൂടെ തൊടിക്കൂടെ നടന്ന് ഉള്ള വാട്ടക്കണ്ണിയങ്ങ മുഴുവൻ പെറുക്കി കൊടുന്ന് ഇതുമാതിരി അച്ചാറാക്കി തിന്നു കേട്ടോ. ഇന്നും ആ ശീലത്തിന് യാതൊരു മാറ്റമില്ല. ജോലിക്ക് പോണ സമയത്തടക്കം വഴിയിൽ എവിടെയെങ്കിലും ഒരു മൂച്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിൽ കണ്ണിയങ്ങ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കിയെടുക്കും. വന്നിട്ട് നല്ലോണം കഴുകി അങ്ങോട്ട് നുറുക്കി അച്ചാറാക്കിയ പോരെ. ഇന്നമാതിരി കണ്ണിമാങ്ങ ലവേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കും കേട്ടോ. ഇന്നമാതിരി എത്ര പേരുണ്ടെന്നൊന്ന് വെറുതെ അറിയാലോ നമുക്ക്. നുറുക്കണേൻ്റെ ഒപ്പം ഇങ്ങനെ കറുമുറ അത് തിന്നെ, അത് വേറൊരു വൈബാണ്. ഉപ്പും കൂടി ആവശ്യമില്ലല്ലോ, ആള് തിന്നാം. സ്വാഗതം. നല്ല ഗർഭിണിയോട് ഈ വീഡിയോ കാണുന്നതാവും ഉണ്ടെങ്കിൽ എന്തായാലും കൊതിപ്പെടാൻ നല്ല സാധ്യത ഉണ്ട്. വെള്ളമൂവാണ്ടിനെ പുളി കുറവല്ലേ, അതങ്ങനെ കറുമുറ തിന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഈ വട്ടക്കണ്ണിയങ്ങ ഉണ്ടാവൂലേ, പിന്നെ ഞങ്ങള് വെങ്കണ്ണി മാങ്ങ പറയും. നിങ്ങളെവിടെയൊക്കെ എന്താ പറയാ കമന്റ് ആക്കണേ. അതുപോലെ ഈ പുറം തിന്നൂല, ഇതിന്റെ ഈ പുറം മാത്രമേ തിന്നുള്ളൂ. ഇതിന് പ്രത്യേക ടേസ്റ്റ്. അതിന് അത്ര പുളിയേ ഉണ്ടാവില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്.
പൊതുവെ ആരെയിലൊക്കെ ഈ തിന്നുമ്പോൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറുകുറാ പറയൂ കേട്ടോ. പക്ഷെ കണ്ണിമാങ്ങ തിന്നുമ്പോൾ ആ ശബ്ദമൊക്കെ എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം നേരത്തെ കണ്ടില്ലേ കുറച്ച് പെരുങ്കല്ലുകളൊക്കെ എടുത്തിട്ട് മൂച്ചിമിക്ക് അറിയണത്, അത് വെറുതെ ഇല്ല. ഇതുപോലെ 1-2 വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അണ്ടി മൂക്കാത്തയാണ്, ഇതും അച്ചാറാക്കിയാൽ നല്ല രുചി ഉണ്ടാവും. പക്ഷെ കണ്ണിമാങ്ങയിൽ ഇത് കൂട്ടിയിട്ട് കണ്ണിമാങ്ങയുടെ തനതായ രുചി മാറ്റണ്ടെന്ന് ഓർത്തിട്ടേ ഞാനത് നീളത്തിൽ ഇങ്ങനെ നുറുക്കി കുറച്ച് മുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കലക്കി മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുത്തേണ്. കൂട്ടത്തിൽ 2-3-4 മാങ്ങാച്ചികൾ ഞാൻ അതിൽ മുക്കി തിന്നിട്ടുണ്ട്. എൻ്റെ പല്ലി ഇങ്ങനെ പുളിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ തിന്നുമ്പോലെയല്ല, കണ്ണിമാങ്ങയെന്ന് വിട്ടിട്ട് വലുതായി കഴിഞ്ഞാൽ പല്ലി ഇത്തിരി പുളിക്കും ഇത് തിന്നുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നല്ല കണ്ണിമാങ്ങ അച്ചാറ് സെറ്റാവും. ഇതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ അധികം ഒഴിക്കണേ, അപ്പോഴേ സ്വാദും രുചി മണം ഒക്കെ ഉണ്ടാവുള്ളൂ. ഒട്ടും കൈപ്പുണ്യം ഇല്ലാത്തവർക്കും അതുപോലെ രുചിക്കൂട്ട് അറിയാത്തവർക്കും ഒക്കെ സിമ്പിളായി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ മാത്രമാണ് കേട്ടോ. ഏത് അച്ചാറാകുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സ്വാദ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പൊടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പനച്ച അങ്ങോട്ട് തിന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രയും കിടുമായിരിക്കും. അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാർ ഇടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂട്ടിയിട്ടൊരു കിണ്ണം ചോറ് അങ്ങോട്ട് ഉണ്ണാം. അപ്പം ഞാൻ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരിക. ഇതിലുള്ള ഈ വലിയ ഇത്രയും കൂടിയും ആ ഒരു മാങ്ങാണ്ടി വലുതായിട്ടുള്ള മാങ്ങയില്ലേ നമ്മൾ അറുത്തില്ലേ, ആ ഒരു മാങ്ങേനേക്കാൾ ഇഷ്ടം ഈ കുഞ്ഞ് കൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പതിവിൽ നല്ല കമ്മിയാക്കിയിട്ടാണ് മുളക് പൊടി ഇട്ടുണ്ട്. എനിക്ക് നല്ല എരിവ് വേണം, ഉണ്ണിയൊക്കെ അത്ര എരിവ് വേണ്ടല്ലോ ഓർത്തിട്ട്. എന്തായാലും സൂപ്പർ. ഇന്നിപ്പോൾ ചോറിന് ഒഴിച്ചൊഴിക്കാനായിട്ട് നമ്മൾ സാമ്പാറാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും ഒന്നും ഇല്ലാണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ട്. ആദ്യം പിന്നെ സാമ്പാറായാൽ മതി, വറുത്തരച്ചാൽ മതി, അത്ര ഇഷ്ടമാണ്. അച്ഛൻ പിന്നെ ഒരു കൂട്ടാനും വേണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒരു ചോറിൻ്റെ അരികിൽ വെച്ചു കൊടുക്കലുണ്ട്. അച്ഛേ എണ്ണിപ്പൊട്ട് കുഴച്ചിട്ടുണ്ടേ, കഴിച്ചോളൂ. ഞാൻ ചോറിക്ക് സാമ്പാറും കോഴിമുട്ടയും ഒന്നും എടുത്തില്ല കേട്ടോ. വെറും മാങ്ങാച്ചാറും പപ്പടമാണ് കൂട്ടിയത്. ചോറിങ്ങനെ ഈ ഒരു മാങ്ങാച്ചാറ് മാത്രം കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി, അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പൊക്കോളും. അതിക്ക് വേറെ 1-ാമതോ 2-ാമതോ 3-ാമതോ ഒന്നും ആവശ്യമില്ല. പപ്പടം ഞാൻ വെറുതെ അങ്ങ് എടുത്തതെന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ എങ്ങനെയാ അറിയോ, നല്ല കട്ട തൈരും അതുപോലെ ഈ ഒരു മാങ്ങാച്ചാറും. അപ്പോൾ ആ എരിവൊക്കെ ആ ഒരു തൈരിൻ്റെ പുളിയിലാണ് മാറിക്കോളും. അപ്പോൾ അടുത്ത ദിവസം കണ്ണിമാങ്ങ പെറുക്കി കിട്ടുമ്പോൾ അങ്ങനെ ഉള്ളിത്തൈരും കൂട്ടിക്കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യാണ്. കൂടെ ഉണ്ട് ഒരു ഉണക്കലും. അപ്പം പിന്നെ പറയേണ്ടതില്ല, അത്രയും കിടുമായിരിക്കേ. കഴിഞ്ഞ വ്ളോഗ് ഇതുമാതിരി ചെറുതായിരുന്നു കേട്ടോ. ഈ അച്ചൂട്ടിന് വയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് നേരം അങ്ങ് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ നേരമില്ലല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരം എത്തിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. അച്ചൂട്ടനെ ഉറങ്ങിയപ്പോൾ ഓൻ്റെ കൂടെ കടന്ന് ഞാനും കുറച്ച് നേരം അങ്ങനെ ഉറങ്ങി. പിന്നെ ഉച്ചരിഞ്ഞ് ആവി പിടിക്കല് തിരക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് വൈകിട്ട് വിളക്കൊളുത്തിക്കാട്ടാൻ നേരത്തെ എടുത്ത ഭാഗങ്ങളാണ് കേട്ടോ. മുറ്റമൊക്കെ നല്ല രീതിയിൽ നനയ്ക്കാണ്ട് മുറ്റടിക്കാനേ പറ്റില്ല, പൊടിയും പുകയൊന്നും പറ്റൂലല്ലോ നമ്മളവിടെ ഉള്ളവർക്കൊന്നും. അപ്പം ഞാനങ്ങനെ മുറ്റം നനയ്ക്കുകയും ചെടി നനയ്ക്കുകയും അതുപോലെ മുറ്റടിച്ചു വാരണയൊക്കെ തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉണ്ണി നമ്മൾ രാവിലെ പെറുക്കി പറിച്ചു വേണ്ടെന്ന മൂച്ചി തയ്യോളില്ലേ, അതെല്ലാം കൂടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അവൻ ഒരു കുഴിയിൽ പോയിട്ടൊരു 5-6 മൂച്ചി തയ്യ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ശരിയാവുമോ, നമ്മൾ ഒരു മൂച്ചി തയ്യൊക്കെ അല്ലേ കുത്തുക. അപ്പോൾ ഓൻ പറയണം അമ്മ ഇതിൻ്റെ ചിലതിൻ്റെ വേരിൻ്റെ അറ്റം പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇത് ഉണ്ടാവില്ലേ അറിയില്ലല്ലോ, ഇത് ഏതെങ്കിലും 1-2 പിടിക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം പോവുമായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല നിർത്തി മറ്റേനെ വെട്ടിക്കളയാന്ന്. എന്നാലും ഒരെണ്ണമാക്കി കുഴിച്ചിടാൻ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെയാണ് അത് കുഴിച്ചിട്ടുള്ളത്. എന്തുണ്ടാവുമെന്നൊന്നും അറിയില്ല. അതുപോലെ നമ്മളെ ഇരുമ്പാമ്പുള്ളിയിൽ നോക്കിയേ നിറയെ ഇരുമ്പാമ്പുള്ളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞതും കൂട്ടി ഇല്ലാത്ത സമയത്ത് ഇതിന് കളർന്നായിരിക്കും ഉണ്ടാവും, പറ്റാർക്കും വേണ്ടതാണ്. ഇതും വെച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടാക്കും ഇത്രേ. അമ്മ പറഞ്ഞ യൂട്യൂബിൽ കണ്ടു, ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് എന്തായാലും. അതുപോലെ നമ്മളെ ഇനാമ്പഴമൊക്കെ അവിടെ ഓരോന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരേ പാകത്തിനാണ് വലുതാവുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് അറുത്ത് പഴുപ്പിക്കാൻ വെക്കാം. അത് അങ്ങനെയല്ല താനും, ഓരോരോ വലുപ്പത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഴുക്കുന്നത് അറുത്തത് ഇന്നെയാണ്. പക്ഷേ ഇത്തവണ എന്താ അറിയില്ല, മധുരം നല്ല കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പോൾ ദാച്ചൂസ് വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറംപണിയെല്ലാം കഴിഞ്ഞ് അവനെ അകത്ത് കയറ്റി ഭക്ഷണം കൊടുത്ത് മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം.
ഭേദമുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അച്ചൂട്ടനും എനിക്കും എങ്ങനെയുണ്ട്, ഭേദം ആയില്ലേ എന്നൊക്കെ. ഞാൻ ഓക്കെ ആയി, തലയൊക്കെ നനച്ച് കുളിച്ചു. അച്ചൂസ് ഇപ്പോഴും അങ്ങ് ശരിയായിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുട്ടി വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.